ഹലോ എവരി വൺ, ഇന്ന് നമുക്കൊരു കുഞ്ഞു ന്യൂ ഇയർ വ്ളോഗ് കാണാം. ഇതിപ്പോൾ ഡിസംബർ 31 രാത്രി ഒരു 8 മണിയായി കാണും. ന്യൂ ഇയർ ഫയർ വർക്ക്സും അത് കഴിഞ്ഞൊരു ക്യാമ്പിങ്ങും ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. നാളെ മോർണിംഗ് തിരിച്ചെത്തുന്ന രീതിയിൽ പോകാൻ നോർത്ത്. ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇവൾക്കുള്ള ജാക്കറ്റ്സും ഡ്രസ്സും കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴുള്ള ഷോർട്സാണ്. നമ്മൾ ഗ്ലോബൽ വില്ലേജിലാണ് ഫയർ വർക്ക്സ് കാണാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോഴേ പോയാൽ പാർക്കിങ്ങൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കും. ഇത് ഇവിടെയുള്ള ഒരു ചെറിയ ലിക്വർ ഷോപ്പാണ്. ആഫ്രിക്കൻ ഈസ്റ്റേൺ ഭയങ്കര തിരക്കാണ്. ന്യൂ ഇയറൊക്കെ ആയിട്ട് ഭയങ്കര റഷാണ്, ക്യൂ ആണ്. പിന്നെ റോഡിലാണെങ്കിലും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് 8 മണിക്ക് ഇറങ്ങി. നമ്മുടെ എല്ലാ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഗ്യാദർ ചെയ്യാം. ആരെങ്കിലും പോയിട്ട് അവിടെ ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വരാൻ വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ കസിനും വൈഫൊക്കെ അവരും ഉണ്ട്, നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ റാഷിദിയിൽ പോയതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോയി വില്ലേജ് എത്തി. ഇനിയിപ്പോൾ എല്ലാവരെയും മീറ്റ് ചെയ്യണം. നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല, പുറത്താണ്. ഉള്ളിലൊക്കെ ഭയങ്കര റഷായിരിക്കും. എന്തായാലും ടിക്കറ്റ് കിട്ടാനൊക്കെ നല്ല പാടാവും. അപ്പോൾ ഇനി പുറത്തെവിടെയെങ്കിലുമൊക്കെ എല്ലാവരും കൂടെ നിന്നിട്ട് ഫയർ വർക്ക്സ് കഴിഞ്ഞ് നേരെ അൽക്കുതിര എവിടെയെങ്കിലും ഫുഡ് കഴിച്ച് അൽക്കുതിര പോകാം എന്നുള്ളതാണ് പ്ലാൻ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഗേറ്റ് മാത്രമാണ്. ഇതിന് 2-3 ഗേറ്റ്സ് എന്തോ ഉണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് ഇങ്ങനെ 12 മണീൻ്റെ മുന്നേ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. റോഡ് മൊത്തം ആൾക്കാർ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. മൊത്തം റഷാണ്. ഇത് മാത്രം നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് മാത്രമാണ്. ഇവിടുത്തെ നമ്മുടെ ഫാമിലി UAE-ലുള്ള. ഫയർ വർക്ക്സ് തുടങ്ങി 12 മണിയായി. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നു ഫയർ വർക്കൊക്കെ. ഇതിപ്പോൾ ലാസ്റ്റ് ഒരു പൊട്ടുന്ന നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും. ഇത് പിന്നെ നമ്മുടെ വേറൊരാൾ അവിടെ ഫ്രെയിമിൻ്റെ അവിടെ പോയിരുന്നു. അവരയച്ച വീഡിയോ ആണ്. അതും കൂടെ നിങ്ങളെ കാണിക്കാൻ ഓർത്ത്. അവിടെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അൽക്കുതിരയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഗ്രില്ലിംഗ് ഒന്നുമില്ല, ജസ്റ്റ് പോയിട്ട് ഫയറിട്ട് കുറച്ച് നേരം ഇരിക്കുക, ഒന്ന് ചില്ല് ചെയ്യുക, സംസാരിച്ചിരിക്കുക, പാട്ട് പാടുക, രാവിലെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, റൂമിൽ തിരിച്ചു വരിക. ഇതാണ് പ്ലാൻ. അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഫസ്റ്റ് വീഡിയോ കൊണ്ട് കുറേ പോർട്രേറ്റിലാണ് കിടക്കണത്, കുറേ ലാൻഡ്സ്കേപ്പിലാണ് കിടക്കണത്. അപ്പോൾ അടുത്ത വീഡിയോയിലൊന്നും കൂടെ ശ്രദ്ധിച്ച് മാക്സിമം ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നല്ലൊരു വീഡിയോ ഔട്ട്പുട്ട് തരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഫയറൊക്കെ ഇട്ടിപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പാട്ടുകാരനാണ് റിഹാൻ. അവൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വലിയ തണുപ്പൊന്നുമില്ല. ജാക്കറ്റൊക്കെ എല്ലാവരും ഊരി വെച്ചിട്ടുള്ളത്. ഭയങ്കര തണുപ്പൊന്നുമില്ല ന്യൂ ഇയർ ദിവസം. പിന്നെ കുഴപ്പമില്ല, തണുപ്പുണ്ട്. ഭയങ്കര ഓവർ തണുപ്പൊന്നുമില്ല. നമ്മൾ ബോക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ബോക്സ് വെച്ച് പാട്ടിട്ടിട്ട് എല്ലാവരും ഇങ്ങനെ വെറുതെ ഫയറിന് ചുറ്റും നിന്ന് ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഒരു നൈറ്റ് മാത്രം. നമ്മൾ രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിരുന്നില്ല. സാധാരണ നമ്മൾ
ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്ത് ചിക്കനും ഗ്രില്ലും അങ്ങനെല്ലാം കൊണ്ടുപോകും. ഇതാ അവസാനത്തെ ഫോട്ടോ സെക്ഷൻ എത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. Hopefully upcoming videos will be even better, and stay tuned. Thanks for watching.